ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ടുണ്ടല്ലോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉള്ള ഒരു മടി കൊണ്ട് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇടായിട്ട് ഹോട്ടൽ ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് കുറക്കാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എഗ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഓംലെറ്റ് ആക്കുകയാണ്. രാവിലെ എണീറ്റ ടൈമിലൊന്നും വ്ളോഗ് എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിലാണ് ഇന്ന് ഒരു വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചത്. സാധാരണ ഡെയിലി വ്ളോഗൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിന് പോവുക വരെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ലോങ് വീഡിയോക്കുള്ള ലെങ്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇന്ന് പിന്നെ എനിക്ക് ഒരു ഫ്രെയിമിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ അതവർക്ക് കൊണ്ടു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓംലേറ്റ് മറിച്ചിടുമ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമിൽ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാനൊരു 30 ഡേയ്സ് വെയിറ്റ് ലോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ബോയിൽ ചെയ്ത എഗ്ഗും മിൽക്കൊക്കെയാണ് ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫോട്ടോ സ്റ്റോറി വെച്ച ടൈമിൽ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുതലല്ലേ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ലാട്ടോ ഞാൻ ഈ വെയിറ്റ് ലോസിന് ഫുഡ് എടുത്തിട്ടുള്ളത്. ഞാനൊരു ഡയറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു പേഴ്സണലായിട്ട് ഡയറ്റീഷ്യൻ ഉണ്ട്. അവർ നമ്മളെ ഹൈറ്റും വെയിറ്റും ഹെൽത്ത് ഇഷ്യൂസൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഓരോ ഫുഡിൻ്റെ ചാർട്ട് തരിക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ പിന്നെ അതനുസരിച്ചിട്ടുള്ള ഫുഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരമല്ല. അപ്പോൾ വർക്കിംഗ് ആവാന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ലോസ് ജേണി ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓംലെറ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് പാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ക്ലാസ്സിന് പോകാനുള്ളതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നുമില്ല. അപ്പോൾ ലഞ്ചിനുള്ളതും നോക്കണ്ടേ അതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കാൻ വെക്കുന്ന ടൈമിൽ ഞാൻ ലഞ്ചിനുള്ളത് നോക്കുന്നുണ്ട്. ലഞ്ചിന് ഞാൻ ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാവുന്ന ടൈമിൽ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓംലെറ്റിൽ ഓൾറെഡി ഞാൻ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പിന്നെ സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാലഡ് പിന്നെ ലഞ്ചിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എടുക്കലും കുക്ക് ചെയ്യലൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാണ്. പിന്നെ ഞാൻ സ്കിൻ കെയറും മേക്കപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലൊക്കെ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള സ്കിൻ കെയറും മേക്കപ്പൊന്നും ഇല്ല. എന്നാലും ഉള്ളത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞ് ഇതാ പോകാൻ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇനി എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ലൈക്ക് ചെയ്യണതും കമൻറ്റ് ചെയ്യുന്നതും 2-3 ആൾക്കാരൊക്കെയാണ് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ കാണാം കേട്ടോ. ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഡെയിലി വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടുന്നത് 2-3 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് കാണുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആക്കാനൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ലഞ്ചൊക്കെ എടുത്ത് പെട്ടെന്ന് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ബസ്സിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സാധാരണ എനിക്ക് ഈ ഒരു ടൈമിലല്ല കേട്ടോ ക്ലാസ്. അപ്പോൾ ഇപ്പോൾ ഫ്രെയിമിൻ്റെ വർക്കുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഫ്രെയിമിനുള്ള ഐറ്റംസ് ഞാൻ വീട്ടിൽ കൊടുന്ന് സെറ്റ് ചെയ്യല്ല. ഞാൻ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കത്രികയും ടേപ്പൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്യാണ്. ഈ ഒരു ഫ്രെയിം ഒരു ന്യൂ ബോൺ ബേബിക്കുള്ളതാണ് കേട്ടോ. ഇന്ന് തന്നെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ മാക്സിമം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രെയിം അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പാക്ക് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രൈപ്പോഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ക്ലാസ്സിന് കയറിയിട്ടുണ്ട്. പിന്നെ ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഫ്രെയിം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കണ്ടോ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടാണെന്ന്. 2 ഡേയ്സ് ആയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പോണത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിക്കണമെന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പട്ടാമ്പിയുള്ള സേവന ഹോസ്പിറ്റലിലാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ഞാൻ അവിടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ കസ്റ്റമർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രെയിമും ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനിവിടെ സ്ക്രീനിൽ കോൺടാക്റ്റ് നമ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൽ മെസ്സേജ് അയക്കാം. എടുത്താന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എത്തിച്ച് തരും. അല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം.
അങ്ങനെ ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാകെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമറിന് വീഡിയോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രെയിമൊക്കെ കൊടുത്ത് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെ സ്റ്റാൻഡിലേക്ക് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുകയാണ്. പിന്നെ സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ബൈ.